സകല തെളിവുകളുമായിട്ട് ഞാൻ വരും. കാരണം ഞാൻ അത്രത്തോളം കണ്ട് നേരിട്ട് അനുഭവിച്ച വ്യക്തിയാണ്. ഈ വ്യക്തി 14 വർഷം ഭർത്താവില്ലാതെ ജീവിച്ചൊന്നുമല്ല. 14 വർഷവും അയിത്തെന്ന് പറയുന്നു, സുനിലെന്ന് പറയുന്നു, ബിജു എന്ന് പറയുന്നു, അതേപോലെ രാജേഷ്. 12 വർഷം രാജേഷിൻ്റെ കൂടെയും, രാജേഷിൻ്റെ കൂടെ നിൽക്കെ തന്നെ തിരുവനന്തപുരത്ത് ഭയങ്കര കോടീശ്വരനായ അയിത്തെന്ന് പറയുന്ന ഒരുത്തൻ്റെ കൂടെ താമസിച്ച് അവൻ ഇവിടെ മോൻ അവൻ്റെ തലമണ്ടയൊക്കെ അടിച്ച് പൊട്ടിച്ച് അതിനുശേഷം അതേപോലെ തന്നെ പല കാര്യങ്ങൾ. അതേപോലെ ഈ അനാഥാലയത്തിനകത്ത് പെൺകുട്ടികൾ 4 ബംഗാളികളെ അനാഥാലയത്തിനകത്ത് കൊണ്ട് ഒളിപ്പിച്ച് അവസാനം അടൂർ പോലീസ് സ്റ്റേഷനിൽ പിള്ളേർ ചോറും കൊണ്ട് പോകുന്ന CCTVക്കകത്ത് കണ്ട് കയ്യോടെ പൊക്കി അടൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചെന്ന് കംപ്ലയിൻറ്റ് കൊടുത്ത പിള്ളേരെ പുറത്താക്കി അവന്മാരെയും പറഞ്ഞു വിട്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തെളിവ് കൊണ്ടുവരാനാണെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ചേച്ചി. പക്ഷേ എനിക്കിതൊന്നും വേണ്ട. പക്ഷേ എൻ്റെ മോളെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്, ഈ അച്ഛനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ചേച്ചിയോട് ഇത്രയും കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഒരിക്കലും ചേച്ചി അനാഥാലയത്തിൻ്റെ പേര് വീഡിയോ ചെയ്യുന്നത് സന്തോഷമേ ഉള്ളൂ. അവർ അനാഥാലയത്തിന് നന്മകൾ വരട്ടെ, നിൽക്കട്ടെ. പക്ഷേ എന്നെ മത്സരിച്ച കല്യാണമാണ്. എന്നെ മത്സരിച്ച് എല്ലാ ആൾക്കാരുടെ അടുത്തും ചെന്ന് എന്നെക്കുറിച്ച് മോശം പറയുകയാണ്. അതൊക്കെ കേട്ട് സഹിച്ചാൽ ഞാൻ നിൽക്കുന്നത്. എല്ലാവരും എന്നെ വിളിച്ച് നാണമില്ലേ നാണമില്ലേ, നിൻ്റെ പൈസ മേടിച്ചൂടെ, നിൻ്റെ പൈസ മേടിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ പേര് വെളിപ്പെടുത്തി പറയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ മോളെ ഭാവി പോവും. ഇവൻ നാണവും മാനവും കെട്ടവനാ. അത്ര അന്തസ്സില്ലാത്തവനാണ് ഇവൻ. ഫ്രോഡാണ് ഇവൻ. ഫ്രോഡ്, പക്കാ ഫ്രോഡ്. ഞാൻ ഫോർവേഡ് ചെയ്തിരിക്കുന്ന മെസ്സേജ് ഗിരിജ ഈ കല്യാണത്തിന് തൊട്ട് മുൻപ് അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ ചേച്ചിയായിട്ട് അടിയുണ്ടാക്കിയായിരുന്നു. അവരിപ്പോൾ കൂടെ താമസിപ്പിച്ചുകൊണ്ടിരുന്ന ചേച്ചിയായിട്ട് അടിയുണ്ടാക്കിയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ വന്നിരുന്ന മെസ്സേജ് അയച്ചതാണ്. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്നാണ് അവൾ അതിൽ പറഞ്ഞിരിക്കുന്നത്. നീ പറഞ്ഞതൊക്കെ ശരിയാണ്, അവൻ എന്നെ വേണ്ട, അവൻ്റെ ചേച്ചിയെ മതി എന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞു അവനെ ബന്ധം ഒഴിയാണ്, അവൻ്റെ ഫോട്ടോ ഞാൻ കത്തിച്ച് കളയാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവളോടെ മരുമോനോടെ വീഡിയോ കോളിൽ കൂടെ എല്ലാം എന്നെ കാണിച്ചിട്ടാണ് ഒരാഴ്ചയ്ക്ക് ശേഷം മറച്ചു വെച്ച് പെട്ടെന്ന് രജിസ്റ്റർ മാരേജും കല്യാണവും നടത്തുന്നത്. എന്തിനാ ചേച്ചി എല്ലാവരും ഉണ്ടെങ്കിൽ ഇവർക്കെല്ലാവർക്കും സമ്മതമാണ്, വീട്ടുകാർക്കെല്ലാം സമ്മതമാണെങ്കിൽ വീട്ടുകാരെല്ലാവരും സമ്മതമാണ്. ഇവൻ എല്ലാവരോടും പറയുന്നത് ഞാൻ അറിയരുത്, ഞാൻ അറിയരുത്. അവന് പേടിയുണ്ട്. അതാ അവൻ സോഷ്യൽ മീഡിയ വന്നിരുന്ന് ഇൻ്റർവ്യൂ ചെയ്യാത്തത്. കാരണം അവനെ ഞാൻ എടുത്തിട്ട് അലക്കുമെന്ന് അറിയുന്നിട്ട് ഇന്നലെ ഷീടോക്സിൻ്റെ താഴെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു മാൻട്രേക്കാണ്. മാൻട്രേക്കിൻ്റെ കുൽസിതങ്ങൾ പറയാനാണെങ്കിൽ ഒരു സിനിമയെ പോലെ ഉണ്ടെന്ന് ഞാനത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പേടിയില്ല ചേച്ചി, പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്താലും വേണ്ടിയില്ല. പക്ഷേ എൻ്റെ മോടെ ഓർക്കുമ്പോഴേ ഉള്ളൂ പേടി. മോടെ ഭാവി പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമേ ചേച്ചി, ഇവനൊന്നും ആരെയും കൊല്ലാനും മടിയില്ലാത്തവനാണ്. അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. പക്ഷേങ്കിൽ ഇതാണ് സംഭവം. ഇവൻ്റെ പെങ്ങളെയും കുട്ടികളെയും എല്ലാം ഞാൻ അയച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വർഷമായിട്ട് അവളുമായിട്ട് പിണങ്ങി. അവിടെ മൂത്ത മോള് വിഷം അടിച്ചു, അന്നേരം ഞാൻ പിണങ്ങി. ഇപ്പം നാട്ടിൽ വന്നപ്പോഴും ഞാൻ ആ കുഞ്ഞിന് പേർഷ്യൻ ക്യാറ്റിനെ സൈലം മേടിച്ചു കൊടുത്ത് ആ കുഞ്ഞ് എൻ്റെ കൂടെ നിന്നതാണ്. അതിനുശേഷം ഇവൻ്റെ പെങ്ങളുടെ കുഞ്ഞ് വിഷം അടിച്ചു, എന്തോ ആത്മഹത്യക്ക് ശ്രമിച്ചു. അതിനുശേഷമുള്ളൂ ഞാൻ ആ കുഞ്ഞിനെ സംരക്ഷിക്കാത്തത്. അവരുടെ വീട്ടുകാരെ ഒന്നും സംരക്ഷിക്കാത്ത. എല്ലാവരും പറഞ്ഞ് വിട്ടേരെ, ഇത് നിനക്ക് തലവേദനയാവുമെന്ന് പറഞ്ഞ് അങ്ങനെ അയച്ച് ഞാൻ അതിനെ വിട്ടത്. അത്രമേൽ ഞാൻ ആ കുടുംബത്തിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ജനുവരി വരെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഭയങ്കര സ്നേഹം. മാമീന്ന് വിളിച്ചാൽ തീർത്ത് വിളിക്കാത്ത മക്കളാണ് 4 കുഞ്ഞുങ്ങൾ. പെങ്ങൾക്ക് 4 മക്കളാണ്. പെങ്ങളെ ഇവന് കണ്ടുകൂടാ. ആ പെങ്ങളെ ഇവന് അവിടെ ഭയങ്കര അടിയൊക്കെ ആയിരുന്നു. പെങ്ങളെ അവൻ അടിക്കുകയൊക്കെ ചെയ്തു. ചേച്ചിയും സപ്പോർട്ട് ചെയ്യാതെ പറഞ്ഞാനൊക്കെ അടിക്കുകയൊക്കെ ചെയ്ത ചേച്ചി. ഒരുപാട് പറയാനുണ്ട്. പിന്നെ ഒന്നും ഞാൻ പറയുന്നില്ല ചേച്ചി, നിർത്തുക. ഇപ്പം മനസ്സിന് ഭയങ്കര ഒരു റിലാക്സ് കിട്ടി. കാരണം നമ്മൾ ഈ ഗൾഫ് രാജ്യത്ത് കിടന്ന് ജോലി ചെയ്ത് നമുക്കധികം ഫോണൊന്നും അലൗഡല്ല. പക്ഷേ ചങ്ക് പൊട്ടുമായിരുന്നു ചേച്ചി ഇതൊക്കെ കാണുമ്പോൾ. ആരോടും എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാത്തൊരു ചങ്ക് വേദനയായിരുന്നു. എങ്ങനെയാ ചേച്ചി 44 വയസ്സുള്ള വ്യക്തി താലി കെട്ടാൻ പറ്റില്ല ചേച്ചി? 41 വയസ്സുള്ള എന്നെ പോലെ എടുത്ത് കളഞ്ഞില്ലേ? താലി കെട്ടാതെ വാക്ക് തന്നിട്ട് പൊന്നു പോലെ കൈവെള്ളം ഞാൻ കൊണ്ടുപോകണം ചേച്ചി. ആ മുടിയെല്ലാം ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കി ഞാൻ വളർത്തിയതാ. സങ്കടം കൊണ്ട് പറയുന്നത് ചേച്ചി. എനിക്ക് വേണ്ട. പക്ഷെ വിനയച്ചോട് പറയാം എനിക്ക് വേണ്ട. ഞാനിപ്പോൾ ഒരു ആണിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. കല്യാണമൊന്നും കഴിച്ചില്ല, പക്ഷെ ഒരു പുരുഷൻ്റെ കൂടെ തന്നെയാണ്. ഞാനൊരു സ്ത്രീയല്ലേ. അയാൾ ഇട്ടിട്ട് പോയതിന് ശേഷം ഞാനൊരു പുരുഷൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. പുള്ളിയുടെ പേരൊന്നും എനിക്ക് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം എനിക്ക് ശാരീരികമായ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഭയങ്കര ഹോർമോൺ ചേഞ്ച് വന്നിട്ട് പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ വന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ അതിനൊക്കെ പറഞ്ഞു അജിത ഒരു റീമാരേജിനെ കുറിച്ച് ഇന്ത്യയിൽ അജിതയ്ക്ക് ബുദ്ധിമുട്ടാണ്, ഡെലിവറി ഒന്നും നിർത്താത്തതെന്ന്. പക്ഷേ ഞാൻ റീമാരേജിനെ കുറിച്ച് ചിന്തിക്കാത്തത് പേടിയുണ്ടായി. എല്ലാവരും വന്നിങ്ങനെ ചതിച്ചിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വ്യക്തിയുടെ കൂടെയാണ് ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ട് ഞാൻ നിൽക്കുന്നത്. നാട്ടിൽ വരുമ്പോൾ ഒരു 10 ദിവസം നിൽക്കും. അല്ലാതെ ഇവിടെ അല്ല, നാട്ടിൽ വരുമ്പോൾ ഒരു 10 ദിവസം നിൽക്കും, തിരിച്ചു പോരും. അങ്ങനെയാണ് നിൽക്കുന്നത്. ഞാൻ 10 ദിവസം അവധിക്കൊക്കെയാണ് നാട്ടിൽ വരാറുള്ളത്. പേടി ചേച്ചി. എൻ്റെ മോളെ ഓർത്ത് മാത്രമാണ് ഞാനൊന്നും പറയാത്ത. പക്ഷേ എനിക്കിതൊക്കെ ചേച്ചിയോട് പറഞ്ഞപ്പോൾ മനസ്സിനകത്ത് ഭയങ്കര ഒരാശ്വാസം. ഓക്കെ ചേച്ചി, വളരെ സന്തോഷം. ഇത്രയും നേരം എൻ്റെ മെസ്സേജുകൾ കേട്ടതിന് ഭയങ്കര സന്തോഷം. ആരോ ന്യായീകരിച്ചോട്ടെ ചേച്ചി, ഒരിക്കലും ചേച്ചി അവനെ ന്യായീകരിക്കരുത്. കാരണം ചേച്ചിയുടെ ലൈവ് കാണുമ്പോഴും ചേച്ചി എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുന്ന കാണുമ്പോൾ ഒരു മനസ്സിനൊരു ഭയങ്കര സ്നേഹമുണ്ട്, ഒരു കൂടപ്പുറപ്പെന്നുള്ള. അപ്പോൾ ചേച്ചി അങ്ങനെ ന്യായീകരിക്കുന്ന കണ്ടപ്പോൾ ഒരു ഭയങ്കര സങ്കടം. അതുകൊണ്ടാണ് ചേച്ചിയുടെ ലൈവിൽ നിന്ന് നമ്പർ എടുത്ത് ഞാൻ പെട്ടെന്ന് തന്നെ സേവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നത്. ഇതൊരിക്കലും പുറത്ത് എൻ്റെ വോയിസോ കാര്യങ്ങളോ പുറത്ത് വിടാനല്ല. പുറത്ത് വിട്ട് കഴിയുമ്പോൾ അതെൻ്റെ മോളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കറിയില്ല ചേച്ചി എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. അത്രമേൽ ഞാൻ എച്ചിപ്പാത്രം കഴുകി കഷ്ടപ്പെട്ട പൈസയാണ്. അയച്ചതിൻ്റെ തെളിവെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പൈസ അയച്ചതിൻ്റെ ഓരോ മാസവും പൈസ അയച്ചതിൻ്റെ. സ്കൂട്ടറൊക്കെ അവൻ വിറ്റ് 34,000 രൂപയ്ക്ക് വിറ്റിട്ട് അവൻ പുട്ടടിച്ച് തിന്നു.
എന്നിട്ട് അവർ പറയുന്നത് അവർക്ക് ഷൈജുവിനെ അറിയത്തില്ലായിരുന്നു, ഷൈജുവിനെ ഇപ്പോഴേ അറിയുന്നത്, അവർ 14 വർഷം കൊണ്ട് ഭർത്താവില്ലാതെ ജീവിക്കുകയാണെന്ന്. അവർ എത്ര ആണുങ്ങളുടെ കൂടെ ജീവിച്ചതെന്നറിയാമോ? നേരിട്ട് എനിക്ക് തെളിവ് തന്നെ എനിക്ക് നിരത്താൻ പറ്റും ചേച്ചി അവർ ജീവിച്ച ആണുങ്ങളുടെ. കാരണം 12 വർഷം അവരുടെ കൂടെ ജീവിച്ച് 14 വർഷമായി ഭർത്താവ് മരിച്ചിട്ട് 12 വർഷം കൊണ്ട് അവരുടെ കൂടെ ജീവിച്ച് രാജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എൻ്റെ ഫ്രണ്ടാണ്. ഈ വാട്സപ്പിനകത്ത് എൻ്റെ ഫ്രണ്ടാണ്. ഇന്നലെയും കൂടി ഈ നിമിഷം കൂടി അവൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്നലെ കൂടി അവൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നടുവ് ഞാൻ ഒടിച്ചതാണ്. അത് ചേച്ചിക്ക് മനസ്സിലാവില്ല പറയുന്നതിൻ്റെ പോയിന്റ് എന്താണെന്ന്. നടുവ് ഞാൻ ഒടിച്ചതാണ്. പക്ഷേ എന്നിട്ടും തീർന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അത് ആ വഴിക്ക് പോട്ടെന്ന്. ചേട്ടന്റെ ഉരുക്ക് വിളിച്ചണൊക്കെ നിങ്ങൾ കേട്ടല്ലോ. എനിക്ക് ആദ്യം പറഞ്ഞ ചിരി അടക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ. നമ്മൾ അത്രയും ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് ഇത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഉരുക്ക് വിളിച്ചണയുടെ കാര്യം വന്നപ്പോൾ ഞാൻ ശരിക്കും ചിരിച്ചു. അവരുടെ വിഷമം കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ പറയുന്നത്. നമുക്കാണെങ്കിൽ ചിലപ്പോൾ തമാശയായിട്ട് ഇരുന്ന് പറയുകയൊക്കെ ചെയ്യാം. ഓക്കെ, എന്തായാലും പണം അതാണല്ലോ എല്ലാവരും മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും സംസാരിക്കുന്നൊന്നുമില്ല. ഇനി ഒരാളെയും കൂടെ വെച്ചിട്ട് നമുക്ക് പിരിയാം. ഞാൻ എന്തായാലും പോവാണ്. നിങ്ങൾ എന്തായാലും അതൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ കുവൈറ്റിൽ നിന്നാ വിളിക്കുന്നേ. മേഡം ഷൈജുവിനെ പറ്റി പറഞ്ഞത് അതേ അവസ്ഥയാണ് എനിക്കുണ്ട്. ആ പാവം പിടിച്ച സ്ത്രീ പറഞ്ഞതെല്ലാം 100% ശരിയാണത്. എനിക്കിത് പുറത്ത് പറയാനോ മറ്റൊന്നിനും എനിക്ക് പറ്റില്ല. എന്നാലും മേഡം അത് ചെയ്തപ്പോ മേഡത്തിനെ വിളിച്ചിട്ട് എന്റെ മനസ്സിൽ വർഷങ്ങൾ കൊണ്ടുണ്ടായിരുന്ന ഒരു വിഷമം, അത് ദൈവം ദൈവമായിട്ട് ഇതിപ്പോ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതും ഇങ്ങനെ ഒരു വിഷയങ്ങൾ ഉണ്ടായപ്പോഴും എനിക്ക് ദൈവത്തിലൊരു വിശ്വാസം കൂടി. അതുകൊണ്ടാണ് മേഡത്തിനോട് ഞാൻ ഇത് സംസാരിക്കണം എന്ന്, എനിക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. അവരുടെ വീടിന്റെ തൊട്ട് മുറ്റത്ത് തന്നെ ഒരു വീടുണ്ടായിരുന്നു. അതെന്റെ ഹസ്ബൻഡ് വാങ്ങിയതായിരുന്നു. ഈശേ, അപ്പൊ എന്റെ ഹസ്ബൻഡ് ഞാനിവിടെ, പുള്ളി ഭയങ്കരമായിട്ട് ആൽക്കഹോളിക് ആയിരുന്നു. അപ്പൊ ഞാനും പുള്ളിയും കൂടി ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ പുള്ളി ആ വീട്ടില് താമസം അവിടെ അല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വീട് അവിടെ അല്ലായിരുന്നു. ഞങ്ങളുടെ വീട് പട്ടാഴി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. പക്ഷെ അവിടെ വീട് വാങ്ങിച്ചു അവിടെ താമസിക്കാൻ വന്നപ്പോ, അപ്പം എന്റെ ഹസ്ബൻഡ് അല്ലേ, ഞങ്ങൾ ഡൈവേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ പുള്ളിയുടെ ഉപദ്രവം കൊണ്ട് എനിക്ക് കൂടെ താമസിക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്റെ വീട്ടിൽ താമസിച്ചത്. അപ്പൊ ഞാൻ അന്നുണ്ടെങ്കിൽ കൂടെ പോയിട്ട് വീടൊക്കെ വൃത്തിയാക്കും, പുള്ളിയെ കാണും. കാരണം നമ്മൾ അങ്ങനെ ഒഴിഞ്ഞു കളഞ്ഞിട്ട് പോരാൻ പറ്റില്ലല്ലോ. എന്റെ മോൻ കോളേജിൽ പോകണ്ടാത്ത ദിവസങ്ങളിൽ ഞാൻ പോകും. കാരണം കൊച്ചുങ്ങളുടെ കൂടെ പോകുമ്പോ അടിക്കത്തില്ല എന്നുള്ള ഒരു ഇതുകൊണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോ ഇവരുടെ വീട്ടുകാർ എന്റെ പൊന്നു മേഡം എന്നെ എന്തോരം ദ്രോഹിച്ചിട്ടുണ്ടെന്നറിയാവോ. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോ എനിക്ക് ആ വീട്ടിൽ കയറിയിട്ട് പുള്ളിയോട് സംസാരിക്കാൻ എനിക്കൊരു സാവകാശം തരത്തില്ലായിരുന്നു. അവരുടെ അമ്മയായാലും ഷൈജു ആയാലും പുള്ളിയുടെ പെങ്ങളായാലും, ഒരു പെങ്ങളെ ഉള്ളൂ, 4 കുട്ടികളാ അവർക്ക്. ഞാൻ ഷൈജുവിന്റെ ബന്ധുവൊന്നുമല്ല. ഞാൻ ആ വീട്ടിൽ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഹസ്ബൻഡ് അവിടെ വീട് വാങ്ങിച്ച് അവരുടെ തൊട്ടു മുറ്റത്ത് ഒരു വീട് വാങ്ങിച്ചത്. നമ്മുടെ മുറ്റത്തൂടെ വേണം ഇവരുടെ വീട്ടിൽ കയറി പോകാൻ. അവസാനം ഇവര് പറയുന്നത് പുള്ളിയുടെ കയ്യിൽ നിന്നുള്ള പൈസ, പുള്ളിയാണെങ്കിൽ പുള്ളിയുടെ ഓഹരി മൊത്തം വിറ്റിട്ട് പുള്ളി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ പൈസകൾ ഫുള്ള് ഇവര് വാങ്ങി. ലാസ്റ്റ് പുള്ളിയുടെ ഡയറിയിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന്, ഷൈജു ഇത്ര ലക്ഷം രൂപ തരാണെന്ന് പുള്ളിയുടെ ഡയറിയിൽ ഉണ്ടായിരുന്നു. ഞാനത് ചോദിച്ച സമയത്ത് പറഞ്ഞു, ഭർത്താവ് മരിച്ചപ്പം നീ പിരിവിന് അടക്കാണോ എന്ന് എന്നോട് ചോദിച്ചു. മേഡം, ആ പറഞ്ഞ സ്ത്രീക്ക് അറിയാം, ഈ പുള്ളിയെ പറ്റി ചോദിച്ചാൽ മതി. മേഡത്തിനോട് പറയും, ഞാൻ എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ജീവിച്ചണക്കെ പോലും ഞാൻ അവിടെ ചെല്ലുമ്പോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ദിവസം 2-3 ദിവസം വിളിച്ചണക്ക് ഫോൺ എടുക്കും. പിറ്റേ തലേന്ന് വിളിച്ചണക്ക് ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി മദ്യപിച്ചിട്ട് കിടക്കായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ അനങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോ വിളിച്ചപ്പോഴും ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ ഇവരുടെ വീട്ടിൽ വിളിച്ചു ചോദിച്ചു, പുള്ളി എന്തിയെന്ന് ചോദിച്ചു. അപ്പൊ ഇവരുടെ വീട്ടിലാണല്ലോ പുള്ളി തീരെ അവിടുന്ന് ആഹാരം കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എനിക്കറിയില്ല, അവരൊരു വീട് പോലെ അവിടെ സഹകരിക്കുകയാണ്. എന്നിട്ട് ഈ പുള്ളി, ഞാൻ വിളിച്ചിട്ട് ചോദിച്ചേ എന്താ പുള്ളി ഫോൺ എടുക്കുന്നില്ലല്ലോ എന്താന്ന് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞു, അത് നിന്റെ കെട്ടിയവനായതിനകത്ത് കിടപ്പുണ്ട്, 2 ദിവസം കൊണ്ട് ഇറങ്ങി വരുന്നില്ലെന്ന്, പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. ഞാൻ പറഞ്ഞു, ഇന്നലെ വിളിച്ചപ്പോഴും ഫോൺ എടുത്തല്ലോ, ഇന്നെന്താ ഫോൺ എടുക്കാതെ, ഒന്ന് നോക്കിയിട്ട് ഒന്ന് പറ ചേച്ചിന്ന് അവരുടെ അമ്മയോട് വിളിച്ചു ചോദിച്ചപ്പം എന്നോട് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. മേഡം, ഞാൻ എന്റെ കൊച്ചു കോളേജിൽ നിന്ന് വന്നപ്പോ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പം കാണാൻ പുള്ളി